ഒത്തിരി തണുപ്പ് കൂടിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറിയും നമ്മുടെ വീട്ടിലെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് അത്യാവശ്യമായി തീരുന്ന ഒരു പച്ചക്കറിയായ നമ്മുടെ ഉരുളക്കിഴങ്ങ് എങ്ങനെ നമ്മൾ ടെറസിൽ നട്ടുപിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. ഹായ്, ഞാൻ നിഷ. എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അതായത് ഒരു കൃഷി കൂടെ നമ്മളെ തോട്ടത്തിൽ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് കാലിഫ്ലവർ നട്ടത് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തു, അത് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ക്യാബേജ് നട്ടതും ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്നു അല്ലേ, അതും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി നട്ടതും ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്നു, അപ്പോൾ അതും സക്സസ് ആയിട്ട് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇനി അടുത്തൊരു പച്ചക്കറി, അതായത് ഒരു വ്യത്യസ്തമായ പച്ചക്കറിയാണ്, നമ്മുടെ കാലാവസ്ഥയിലൊന്നും അനുയോജ്യമാകാത്ത ഒരു പച്ചക്കറി കൂടെയാണ്. നമ്മളെ വീട്ടിലെ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ ആ പച്ചക്കറി നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലേ. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ സാമ്പാറിലും അവിയലിലും വിഴുക്ക് വരട്ടാനും പിന്നെ അതായത് നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന ഉരുളക്കിഴങ്ങിനെ നമുക്ക് കിളിർപ്പിക്കണം അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കിച്ചണിൽ കിടക്കുമ്പോൾ 1-2 ദിവസം കിടക്കുമ്പോൾ കിളിർക്കും. പക്ഷേ മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത ഉരുളക്കിഴങ്ങാണിത്. ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് വേഗത്തിൽ കിളിർക്കില്ല. അതുകൊണ്ടാണ് ഇത് മേട്ടുപ്പാളയത്തിൽ നിന്നും ഇപ്പോൾ അവർ സെയിൽസിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഉരുളക്കിഴങ്ങ് നമുക്ക് കിളിർപ്പിച്ചെടുക്കണം. നമുക്കതിന് എന്താ ചെയ്യാം? 2 ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങ് നമുക്കിന്ന് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വന്ന് മേട്ടുപ്പാളയം ഉരുളക്കിഴങ്ങാണ്. ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് അവർ സെയിൽസിനായിട്ട് ഇപ്പോൾ ഷോപ്പിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതിവേഗത്തിൽ കിളിർക്കില്ല. മറ്റുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ നാടൻ രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് വന്ന് വേഗം മുള ഇങ്ങനെ പൊന്തി വരും. അത് അവർക്ക് മാർക്കറ്റിങ്ങിന് സെയിൽസിന് ബാധകമാകും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇപ്പോൾ ഇതുപോലത്തെ ഉരുളക്കിഴങ്ങ് സെലക്ട് ചെയ്ത് അവരെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് നമ്മൾ വീട്ടിൽ കൊണ്ട് വച്ചിരുന്നാലും അത് വേഗത്തിൽ കിളിർക്കില്ല. അപ്പം ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കിളിർപ്പിച്ച് പ്ലാന്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നഴ്സറി പോയി വാങ്ങിയ ചെടിയൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ കിച്ചൺ ആവശ്യത്തിന് വാങ്ങിയ ഇതുപോലത്തെ ഒരു ഉരുളക്കിഴങ്ങിനെ കൊണ്ടുവന്ന് കിളിർപ്പിച്ച് ഇതുപോലത്തെ തൈ ആക്കിയെടുത്തതാണ്. ഇത് 2 ആഴ്ചയോളം ആയ തൈയാണ് ഈ ഉരുളക്കിഴങ്ങ് പ്ലാന്റ്. ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എനിക്കിനിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കണം. അതാണ് ഞാനിന്ന് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ഞാനിത് എൻ്റെ ടെറസിൽ ചെയ്യുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യമായിട്ട് ഒരിക്കൽ ഉരുളക്കിഴങ്ങ് കൃഷി ഞാൻ ചെയ്തിരുന്നു. അത് വൻ വിജയത്തിലോട്ട് പോയില്ല. കാരണം കായ്കളുണ്ടായി, അത് വളരെ തീരെ കുഞ്ഞു കായ്കളായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി വന്ന് നമുക്ക് 4 മാസത്തിൽ, അതായത് 120 ദിവസത്തിൽ വിളവെടുക്കുന്ന ഒരു പച്ചക്കറി കൂടെയാണ്. വേഗം വലിയ പരിചരണമൊന്നുമില്ല. അതായത് നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന ഉരുളക്കിഴങ്ങിനെ നമുക്ക് കിളിർപ്പിക്കണം അല്ലേ. എങ്ങനെയാണ് ഈ ഉരുളക്കിഴങ്ങിനെ തയ്യാറാക്കി എടുക്കുന്നത്? ഉരുളക്കിഴങ്ങ് നമ്മൾ വീട്ടിൽ കൊണ്ട് വച്ചിരുന്നാലും അത് വേഗത്തിൽ കിളിർക്കില്ല. അപ്പം നമുക്കതിനെ കിളിർപ്പിച്ചെടുത്താൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൃഷി ചെയ്യാൻ നമുക്ക് നടിയിൽ മിശ്രം തയ്യാറാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കണം. അതാണ് ഞാനിന്ന് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആഴ്ച തിരുവാത്ത വീടുകളില്ല അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ചിരട്ട എല്ലാവരുടെ വീട്ടിലും കാണുമല്ലേ. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ കണ്ണൻ ചിരട്ട എടുക്കുന്നത് നമുക്ക് വേഗം തന്നെ ഇതുപോലെ ഒരു ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. കാരണം ഉരുളക്കിഴങ്ങിൽ കുറച്ച് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതെന്തെന്നറിയോ? എളുപ്പം വേര് ചീയൽ കാണപ്പെടുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൃഷി. അതായത് വെള്ളം നമ്മൾ ഈ ചെടിയിൽ ഒത്തിരി ഇങ്ങനെ ഒഴിച്ച് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം കൊണ്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് തളിച്ച് അങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് അത്യാവശ്യത്തിന് മാത്രം. എന്നാൽ വെള്ളം തീരെ ആവശ്യമില്ലാതെയും അല്ല, വെള്ളം വേണം കുറച്ചായിട്ട്. അതായത് ഇപ്പം നമ്മൾ മറ്റുള്ള പ്ലാന്റ്സിന് കുറച്ച് അധികമല്ലേ ഒഴിക്കും. ഇപ്പോൾ 100% മറ്റുള്ള പ്ലാന്റ്സിൽ ഒഴിച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് 50% വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നടിയിൽ മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കതിനെ കിളിർപ്പിക്കണം. ആ കിളിർപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതുപോലത്തെ കണ്ണൻ ചിരട്ട എടുക്കുക. കണ്ണൻ ചിരട്ട എടുക്കുന്നത് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ കണ്ണൻ ചിരട്ട സെലക്ട് ചെയ്യുന്നത്.
എന്നിട്ട് കൊണ്ട് വെച്ച് കൊടുത്താൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇവിടെ ഈ ചിരട്ടയിൽ നിറയ്ക്കേണ്ടത് നമ്മളെ ചകിരിച്ചോറ്. ഇതാണ് ചകിരിച്ചോറ്. നമ്മൾ ചോറ് ഇതിലോട്ട് കുറച്ചിങ്ങനെ നിറച്ചിട്ട് ഞാനിപ്പോൾ അടുത്ത പ്ലാന്റ് തയ്യാറാക്കാൻ വേണ്ടി ഇത് നിറയ്ക്കുന്നതാണ്. പിന്നെ നിങ്ങളിലൂടെ ഷെയർ ചെയ്യും വേണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങിന് വെച്ച് കൊടുക്കാം. കുറച്ച് വലിയ രീതിക്കുള്ള ചിരട്ടയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഈ സൈസിന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചിരട്ടയാണ്. അപ്പോൾ ഇതിങ്ങനെ നിറച്ച് വയ്ക്കാം. എന്നിട്ട് ശകലം വെള്ളം കൂടെ ഇതിൻ്റെ പുറത്ത് തളിച്ചു കൊടുക്കണം. അപ്പോൾ 2 ചിരട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ചിരട്ട കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ചകിരിച്ചോറ് നിറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നടിയിൽ മിശ്രിതമായ നമ്മൾ ഉരുളക്കിഴങ്ങിനെ എടുത്ത് അതിലോട്ട് വയ്ക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ വെള്ളം തളിച്ച് ഇതുപോലെ നമ്മൾ ഒരു ഷെയ്ഡിൽ കൊണ്ട് നമ്മൾ സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് കൊണ്ടിങ്ങനെ വച്ചു കൊടുക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിക്കുള്ള കിളിർപ്പ് വരികയും ഇതുപോലത്തെ ഒരു പോട്ടിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി കുഴിച്ച് വെച്ചാൽ ഇതുപോലത്തെ ഒരു പ്ലാന്റായി മാറിക്കഴിയും. അതിനെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ വലിയ ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് കൃഷിയും നമ്മളെ ടെറസിൽ നട്ടുപിടിപ്പിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് വിളവെടുത്ത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ സൺസൈഡിൻ്റെ ഷെയ്ഡിലായിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇതിന് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 7 ദിവസം ആകുമ്പോൾ ഇതിൽ നിന്ന് മുള പൊട്ടുകയും ഒരു പ്ലാന്റ് പുതിയതായിട്ട് ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഉരുളക്കിഴങ്ങ് കൃഷി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് അതായത് മാക്സിമം നമ്മൾ കിളിർത്ത ഉരുളക്കിഴങ്ങാണ് നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിനെ കട്ട് ചെയ്യാതെ മുഴുവൻ ഉരുളക്കിഴങ്ങിനെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ മുഴുവൻ ഉരുളക്കിഴങ്ങിനെ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നല്ല രീതിക്കുള്ള കിഴങ്ങിറങ്ങുകയുള്ളൂ. ഞാൻ ഒരിക്കൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ഫെയിലിയർ ആയി എന്ന് പറഞ്ഞത് അത് കിഴങ്ങിറങ്ങി വലിയ രീതിക്കുള്ള കിഴങ്ങുണ്ടാവില്ല. അതായത് ചെറിയ കുഞ്ഞു കിഴങ്ങായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം നല്ല രീതിക്കുള്ള കിഴങ്ങിറങ്ങുന്നെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വലിയ ഒരു ഉരുളക്കിഴങ്ങിനെ നമ്മൾ വിത്ത് കിളിർപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ വിത്ത് നല്ല രീതിക്ക് കിളിർത്ത് മുള പൊട്ടി നമുക്കിതുപോലത്തെ ഒരു പോട്ടിലായിട്ടാക്കി ഒരു പ്ലാന്റായിട്ട് എടുത്ത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് സെറ്റ് ചെയ്ത്, അതായത് ഇതൊരു 12x12 ഗ്രോ ബാഗാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം കിഴങ്ങായതുകൊണ്ട് ഇറങ്ങുന്നതിന് നമുക്ക് ഇത്ര വലിപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഒത്തിരി കരിയില വേണ്ട. കാരണം 120 ദിവസത്തിൽ വിളവെടുക്കുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് കൃഷി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇതിനോട്ട് കരിയിലയ്ക്ക് പകരം ഞാനിപ്പോൾ വാഴയില, ഇത് ഒത്തിരി ഗുണമുള്ള ഒരു വളമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കമ്പോസ്റ്റായി വേഗം തന്നെ, ഒത്തിരി കരിയില വേണ്ട, കുറച്ച് മതി. കാരണം കമ്പോസ്റ്റായി വളമായി വരുന്നുമ്പേ നമുക്കിതിൽ നിന്ന് വിളവെടുക്കണം അല്ലേ. അതുകൊണ്ട് കുറച്ച് കരിയില നമ്മളിതിനോട്ട് അടുപ്പിച്ച് കൊടുക്കാം. കൂടുതൽ നമ്മൾ ഇതിനോട്ട് മണ്ണാണ് നിറച്ച് കൊടുക്കേണ്ടത്. കാരണം കരിയില കുറച്ച് മതി. എന്നിട്ട് നമ്മൾ വളവും അടുപ്പിക്കണം. അതായത് നമ്മളെ ചാണകപ്പൊടി, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വളമാണ് നമ്മളെ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കണം. കാരണം വേര് ചെയ്യുന്ന ഒരു അസുഖം കൂടെ നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് കൃഷിയിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ ഞാൻ ഈ അളവിനുള്ള കരിയില ചേർത്ത് കഴിഞ്ഞു. കരിയില കുറച്ച് മതി. അതായത് ഇത് നല്ല രീതിക്കുള്ള കരിയില ഇടേണ്ട ആവശ്യമില്ല. കാരണം 120 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് കുറച്ച് കരിയില നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അടിവളം നമ്മൾ മണ്ണ് തന്നെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യണം. പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഇളക്കമുള്ള മണ്ണ് ചേർത്ത് കൊടുക്കുക. ഇളക്കമുള്ള മണ്ണ് അടുപ്പിച്ച് കൊടുത്താണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പ്ലാന്റ് നട്ടു കൊടുക്കേണ്ടത്. കാരണം നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. ഒത്തിരി കട്ടി പിടിച്ച മണ്ണിലൊന്നും കൊണ്ട് നമ്മൾ ഈ പ്ലാന്റ് നട്ട് കൊടുത്താൽ നമുക്കിതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവ് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് മാക്സിമം നമ്മൾ പൊടി മണ്ണുണ്ടല്ലോ അത് സെലക്ട് ചെയ്തിരിക്കാം ഉരുളക്കിഴങ്ങ് കൃഷി. അപ്പോൾ ഞാൻ ഈ ചാണകപ്പൊടിയെ
ഈ കരിയിലയോടെ ഇടുന്നു. അത് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ കരിയില വേഗത്തിൽ കമ്പോസ്റ്റായി മാറാനാണ്. അപ്പോൾ ഇതുപോലത്തെ പൊടി മണ്ണാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട. കാരണം ഇതുപോലത്തെ പൊടി മണ്ണാകുമ്പോൾ മണ്ണിന് ഇളക്കമുണ്ടാകും. അപ്പോൾ നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് ഈ കൃഷിയിൽ നിന്ന് എടുക്കാം. അല്ലാതെ ഒത്തിരി കൂടിയ മണ്ണൊന്നും നമ്മൾ കൊണ്ട് ഈ കൃഷിക്ക് എടുക്കരുത്, എന്നാൽ നല്ല രീതിക്കുള്ള വിളവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനോട് ഈ മണ്ണും വളവും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ്, അതായത് മണ്ണും ഈ മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കിയാണ് ഇതിനോട് അടുപ്പിച്ച് കൊടുക്കുന്നത്. അടുപ്പിച്ച് കൊടുത്ത് ഈ പ്ലാന്റ് നട്ടതിന് ശേഷം ഓരോ മാസം തോറും നമ്മളെ വീട്ടിൽ സാധാരണ നമ്മൾ ഒത്തിരി പരിചരണം ഒന്നുമുള്ള കൃഷിയല്ലേ ഈ ഉരുളക്കിഴങ്ങ് കൃഷി. നമ്മളെ വീട്ടിലെ ചാരം ഉണ്ടല്ലോ, ആ ചാരവും മണലും കൂടെ മിക്സ് ചെയ്ത് ഒരു കൂന പോലെ കൂട്ടി നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊടുത്ത് കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് കൃഷി. അപ്പോൾ നമുക്ക് ഈ മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഇതിലോട്ട് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമല്ലോ, നമ്മളെ വേപ്പിൻ പിണ്ണാക്ക് ഇതുകൂടെ ഒരു സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മണ്ണുമായിട്ട് നല്ല രീതിക്ക് മണ്ണും വളവും ചകിരിച്ചോറും എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണേ. ശകലം കുമ്മായമല്ല, ഡോളോമേറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഉടനെ നട്ടു കൊടുക്കാം. ഒരു സ്പൂണോളം കുറച്ച് ശകലം ഡോളോമേറ്റ് കൂടെ ഞാൻ മിക്സ് ചെയ്യും. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ, മണലാണ് ഇതിൽ കൂടുതലും ഞാൻ ചേർത്തത്. മണലാണ് കൂടുതലും വേണം കിഴങ്ങിറങ്ങാൻ, ഇളക്കം ഉണ്ടാവാൻ വേണ്ടിയാണ്. മണ്ണിന് ഇളക്കം ഉണ്ടാവാനാണ് ഞാൻ ഈ മണൽ ചേർത്തത്. അപ്പം നമുക്ക് ഞാൻ എപ്പോഴും നമ്മളെ തക്കാളി ചെടിയെ പോലെ തന്നെ വളരെ നേർത്ത സ്റ്റെമ്മുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കെട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഉരുളക്കിഴങ്ങനെ ഒരു പോട്ടിലാണ് വിത്ത് കിളിർപ്പിച്ച് മുളപ്പിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ ഇളക്കി നമുക്കിതിലോട്ട് ഞാൻ ഒരു കുഴിയെ ഞാനിപ്പോൾ ഇതിൽ ഈ പോട്ടിംഗ് മിക്സ് ഈ ഗ്രോ ബാഗ് നിറച്ചതിൽ ഒരു കുഴിയെടുത്ത് നട്ടുകൊണ്ട്, അപ്പം നമ്മളൊക്കെ സപ്പോർട്ട് കൊടുത്ത് വച്ചിരുന്നു. ഇതിന് നട്ടിട്ട് നമുക്ക് കണ്ടോ നല്ല രീതിക്ക് തന്നെ വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങായിട്ടാണ് കിളിർപ്പിക്കാൻ വെച്ചത്. ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങായിട്ട് കിളിർപ്പിച്ചാലേ നല്ല രീതിക്കുള്ള വിളവ് കിട്ടുകയുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മൾ മണ്ണിനെ ഒരു പ്ലാന്റ് പോട്ടിൽ ഇളക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം. എന്നാൽ തന്നെ നല്ല രീതിക്ക് വേരോടി വരും. നമുക്കിങ്ങനെ ഇനി നമുക്ക് ഒട്ടും പരിചരണമൊന്നുമില്ല, ഒത്തിരി വെള്ളമൊന്നും ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതായത് മറ്റുള്ള കൃഷിക്ക് നമുക്ക് 100% വെള്ളം വേണമെങ്കിൽ നമുക്കിതിന് ഒരു 50% വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ മാസം തോറും നമുക്ക് മണലും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനോട് അടുപ്പിച്ച് കൊടുത്താൽ മതി. നമുക്കിതിൽ നിന്ന് 120 ദിവസം ആകുമ്പോൾ നമുക്ക് വിളവെടുക്കാം. നമ്മളെ നാട്ടിലും മറ്റുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായില്ലേ, കാലിഫ്ലവർ ഉണ്ടാവണു, ക്യാബേജ് ഉണ്ടാവുന്നു, എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഒരു ട്രയലാണ്, നോക്കാം. ഇതിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. കണ്ടോ, അപ്പോൾ ഞാനിങ്ങനെ നട്ടുപിടിപ്പിച്ച് ലൈറ്റ് വേണം, സൺലൈറ്റ് ആവശ്യമാണ്. പക്ഷേ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മൾ അതായത് മഴ വെള്ളം വീഴുന്ന സ്ഥലത്ത്, മഴ തുടങ്ങുന്ന സമയത്ത് നമ്മളിതിനെ മാറ്റി കൊടുക്കണം. ഒത്തിരി വെള്ളം ഇങ്ങനെ കെട്ടരുത്, കെട്ടിയാൽ ഈ പ്ലാന്റിന് അത് ദോഷമാണ്, അത് ചീഞ്ഞു പോകും. അപ്പോൾ കണ്ടോ എൻ്റെ ഉരുളക്കിഴങ്ങ് നട്ടത്, അതുകൂടെ ഞാൻ എൻ്റെ ടെറസിൽ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, ഇതിൽ നിന്ന് കിഴങ്ങുണ്ടാകുമോ എന്ന് എനിക്കും അറിയണമല്ലോ അല്ലേ. അപ്പോൾ ഒരിക്കൽ ഞാൻ കൃഷി ചെയ്ത് ഫെയിലിയറായി. അപ്പോൾ ഇതിൽ വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് നടുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെയാണോ, എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത്? ഉരുളക്കിഴങ്ങ് കൃഷിയെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.